നമസ്കാരം. സംസ്ഥാനത്തെ SC/ST വിദ്യാർത്ഥികളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി സെമിനാറുകളും പരിശീലന പരിപാടികളും നിത്യേന നടക്കുന്നുണ്ട്. അത്തരത്തിൽ പരിപാടിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് NGO ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത്. 200-ലധികം വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും പങ്കെടുത്ത ഏകദിന ശില്പശാല എന്തുകൊണ്ടും ശ്രദ്ധേയമായി. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിലും സംരംഭകത്വ മേഖലയിലും പരിശീലനം നൽകുക, അവരെ സമഗ്ര പുരോഗതിയിലേക്ക് നയിക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് സംഘടിപ്പിച്ച ശില്പശാല മുൻ ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികൾ എന്തുകൊണ്ടും മാതൃകാപരമാണെന്ന് അദ്ദേഹം തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇല്ലാതെ M.Tech പാസ്സായവർ പോലും തൊഴിൽ രഹിതരായി എന്തെങ്കിലും ജോലി കിട്ടിയാൽ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തൊഴിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു NGO, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു NGO ആയി ബന്ധപ്പെട്ട് നമ്മൾ അവർക്കൊരു പ്രോഗ്രാം നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണ്. വർക്ക് അറ്റ് ഹോം ഓർ വർക്ക് നിയർ ഹോം. ആ ഒരു കൺസെപ്റ്റിൽ വർക്ക് നിയർ ഹോം എന്ന് പറയുന്നത് നമ്മൾ നിയോജകമണ്ഡലത്തിലുള്ള ഗ്രന്ഥശാലകൾ, വായനശാലകളുണ്ട്. ആ എല്ലാം IT ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകളാണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ആ രീതിയിൽ അവർ കാൻഡിഡേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പരിശീലനം ആവശ്യമായിട്ടുള്ള സ്കില്ലിംഗ് പ്രൊവൈഡ് ചെയ്ത ശേഷം അവർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇത് SCക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നു പറഞ്ഞാൽ ഗവൺമെൻറ് SC ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലെ പ്രത്യേകം ചില ജോബ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറേ ആൾക്കാർക്ക് കുറേ തൊഴിൽ അവസരങ്ങൾ ഓഫർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആവശ്യമായ സ്കില്ലിംഗ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പട്ടികജാതി വികസന വകുപ്പിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ അവരുടെ സാമ്പത്തിക സഹായത്തോടുകൂടി ഈ ഞാൻ സൂചിപ്പിച്ച ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പരിശീലനം കൊടുക്കുകയാണ്. ആ രീതിയിൽ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്.